ഇതാണ് വാളിൻ്റെ റീചാർജബിൾ ട്രിമ്മറാണ്. 14,500 രൂപ റേറ്റ് വരുന്ന ഈ ഒരു ട്രിമ്മർ നമ്മൾക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ നല്ല ഹെവി ആയിട്ടുള്ള 2 ആംപിയറിൻ്റെ 5 വോൾട്ട് ചാർജറും കാര്യങ്ങളൊക്കെ ഇതിനൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ആ ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ട്രിമ്മർ മേടിച്ചിട്ട് ഏകദേശം ഒരു 2 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജർ അവിടെ കണ്ടില്ല, നമ്മുടെ ഇമ്പോർട്ടഡ് പിന്നെ ചാർജറൊക്കെയാണ് വരുന്നത്. 5 വോൾട്ടാണ്. കൂടാതെ നമുക്ക് 2 ആംപിയർ ചാർജറാണ്. ചാർജിങ് വയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഇതിൽ ചാർജറിൻ്റെ മോഡൽ കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ വോൾട്ടേജ് നമുക്ക് 0 വോൾട്ടേജാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററീൻ്റെ ഇവിടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ബാറ്ററി ഊരിയ ശേഷം നമുക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററീൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവിടെ 0 വോൾട്ട് വരികയാണ്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ബാറ്ററി ഞാൻ വേറെ പറഞ്ഞു 3.7 ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ മോട്ടർ ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. കൂടാതെ വയറിങ് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മോട്ടറാണ് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അതായത് 14,500 രൂപ വിലയുള്ള ഈ ഒരു ട്രിമ്മറിൽ ഈ ഒരു മോട്ടർ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ കാർബൺ ബ്രഷ് വരുന്ന ഈ മോട്ടറിലേക്ക് ഞാൻ 3.7 ബാറ്ററി വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കാർബൺ ബ്രഷ് അവിടെ ഇങ്ങനെ കത്തുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ നോക്കി, റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കോയിൽ എന്തെങ്കിലും ഷോർട്ട് ആയതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ട്രിമ്മർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ട്രിമ്മറുകൾ പ്രൊഫഷണലായിട്ട് ബാർബർ ഷോപ്പിലേക്കാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സലൂണുകളിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ട്രിമ്മർ നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോന് താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞു മോട്ടർ നിങ്ങൾ അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ സർവീസ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മോട്ടർ അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ അഴിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ബ്ലേഡ് കാണാം. അപ്പോൾ ഈ കാർബൺ ബ്രഷാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിവിടെ എല്ലാം ഷോർട്ടേജും വന്നാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടുത്തെ ഷോർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്കവിടെ നമുക്കൊന്ന് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വയർ കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുവിധം കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഓവർ ലോഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വയർ ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ കോയിൽ മിക്കവാറും ഷോർട്ടായിട്ടുണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ഷോർട്ടായി പോകാൻ എന്താ കാരണം നോക്കുമ്പോൾ മനസ്സിലായിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇത്ര ഹെവി ആയിട്ടുള്ള മോട്ടർ അങ്ങനെ സാധാരണ ഇതിൻ്റെ സ്ലീപ്പിംഗ് ബ്രഷൊക്കെയാണ് സാധാരണ പോകാറുള്ളത്. മോട്ടറിവിടെ ഇങ്ങനെ ഓക്കെയാണ്, പക്ഷേ നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട്. നമുക്കിവിടെ കൈ പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഓവർലോഡ് കാരണമായിരിക്കണം നമുക്കിവിടെ ബാറ്ററിയിൽ 0 വോൾട്ട് കാണിച്ചത്. കാരണം ബാറ്ററീൻ്റെ പ്രൊട്ടക്ഷൻ ബോർഡിൽ നമുക്കിവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ഷനിലേക്ക് പോവുകയും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ബാറ്ററിയിൽ 0 വോൾട്ട് കാണിച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം വിചാരിക്കും നമ്മൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ ആദ്യം വിചാരിക്കുക. അപ്പോൾ ഇതിവിടെ ഓവർലോഡ് വന്നുകൊണ്ട് ബാറ്ററി പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്ക് പോയതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബാറ്ററി പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഇങ്ങനത്തെ മോട്ടർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ടാണ് കണക്ട് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കൊടുക്കുമ്പോൾ ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോയിലിൻ്റെ ഉള്ളിൽ നിന്നാണ് അവിടെ സ്പാർക്കിങ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ ഇവിടെ തിരിച്ച് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ബ്രഷുകൾ തമ്മിൽ അങ്ങോട്ടും ഇവിടെ ടച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അകത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കണ്ട ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. അതുവഴി നമുക്ക് ഒരു ട്യൂസർ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കിവിടെ ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് വേണം മോട്ടറിൻ്റെ ബ്രഷും കാര്യങ്ങളും അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വീണ്ടും അതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇത് മോട്ടർ അതേപോലെ തന്നെ ഷോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ സ്പാർക്കിങ് ആദ്യം കണ്ടിരുന്നു. അപ്പോൾ ഈ 14,000 രൂപയുടെ ട്രിമ്മറിന് മോട്ടർ ഇപ്പോൾ പോയതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അവർക്ക് റിട്ടേൺ കിട്ടില്ല, US മെയ്ഡാണ്. നമുക്ക് നോക്കാം.